ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇരുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിന് 3:30 ആയിട്ടുള്ളൂ. അപ്പോൾ 3:30ക്ക് നമ്മൾ എഴുന്നേറ്റ് പുറത്ത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്, ഒരു കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിന്ന് 2 പ്രോഗ്രാം ഉണ്ട്. അതായത് കരുനാഗപ്പള്ളിയിലും കായംകുളത്തായിട്ട് 2 പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് രാവിലത്തെ പ്രോഗ്രാം 9 മണിക്കാണ്. അപ്പോൾ കായംകുളത്താണ് ഫസ്റ്റ് പ്രോഗ്രാം. അപ്പോൾ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ എഴുന്നേറ്റ് നമ്മൾ റെഡി ആവാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കട്ടൻ ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നുള്ളത് ഞാൻ റെഡി ആയിട്ട് വന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിച്ച് കുറിയും തൊട്ട് നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വൈറ്റിലേക്ക് പോകുന്നു. വൈറ്റിലെ പേൻ പാർക്കിൽ വണ്ടി ഇട്ടിട്ട് നമ്മളവിടെ നിന്ന് ബസ്സിനായിരിക്കും നമ്മൾ പോകാൻ പോകണം. ഒത്തിരി നാൾക്ക് ശേഷം നമ്മളൊരു ബസ് യാത്ര നടത്താൻ പോവാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാട്ടോ. അപ്പോൾ നമ്മൾ എന്ത് പ്രോഗ്രാമിന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞൊരു ജ്വല്ലറിയുടെ ഒരു ഇന്നോഗ്രേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് ലക്ഷ്മി നക്ഷത്രയാണ് വൈറ്റ് ഗോൾഡ് ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ. അപ്പൊ ഇന്ന് 2 അവരുടെ ബ്രാഞ്ചസ് ആണ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്ന് കായംകുളത്തും ഒന്ന് കരുനാഗപ്പള്ളിയിലും. അപ്പൊ ഫസ്റ്റ് പ്രോഗ്രാം നമുക്ക് കായംകുളത്താണ്, അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആണ് കരുനാഗപ്പള്ളിയിൽ ഷോ. അപ്പൊ 2 സ്ഥലത്തും ഇനോഗ്രേഷൻ ചെയ്യാനായിട്ട് ലക്ഷ്മി നക്ഷത്രമാണ് വരുന്നത്. അപ്പൊ എന്താ പറയാ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നാക്ക് കുഴഞ്ഞു പോകണം കേട്ടോ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വൈറ്റിലേക്ക് പോകാം. നമ്മളിപ്പോ പോകുന്നത് താജ്മഹൽ എന്ന് പറഞ്ഞ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഇവന്റ് കമ്പനിയുടെ ഒരു ഇവന്റ് വർക്കായിട്ടാണ് നമ്മൾ പോകുന്നത്. താജ്മഹലിന്റെ ഓണർ സക്കീർക്ക് നമുക്ക് ഒത്തിരി ഷോസുകൾ തന്നിട്ടുണ്ട് കേട്ടോ. അതായത് സക്കീർക്ക് ചെയ്യുന്ന ഇവന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇനോഗ്രേഷൻ ഇവന്റുകളാണ്. അതായത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്താ പറയാ ഹണി റോസ്, അന്നാരാജൻ, അങ്ങനെ ഒത്തിരി സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന ഇവന്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഈ താജ്മഹൽ ഇവന്റ്സിലെ സക്കീർക്കയാണ്. നമുക്ക് ഒത്തിരി ഷോസുകൾ സക്കീർക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ സക്കീർക്കയുടെ ഷോയ്ക്കാണ് നമ്മൾ ഇപ്പോൾ കരുനാഗപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മള് യാത്ര തുടങ്ങുകയാണ്. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോ ചെറിയൊരു പണി കിട്ടി. അതായത് ബ്രൈറ്റ് മാത്രമേ വർക്ക് ചെയ്യണുള്ളൂ, ഡിമ്മ് വർക്ക് ചെയ്യണില്ല. അപ്പൊ നമ്മള് ബ്രൈറ്റ് ഇട്ട് ഓടിച്ചോണ്ടിരിക്കണത്. അപ്പോ ബ്രൈറ്റ് ഇട്ട് ഓടിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയും ബ്രൈറ്റ് ഇട്ട് തരുമ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഒരു ഐഡിയ വെച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. തിരിച്ചു വന്നിട്ട് നമുക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നമുക്ക് ശരിയാക്കണമെന്നായിരിക്കും. ഗൈസ്, അങ്ങനെ നമ്മളിത് വൈറ്റിലെ പേൻ പാർക്കിലെത്തി. നമ്മുടെ വണ്ടി ഇതേ നല്ല രീതിയിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലഗേജ് എടുത്തിട്ട് നമുക്ക് നേരെ ബസ് കയറാനായിട്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ കായംകുളത്ത് എത്തി. നല്ലൊരു ഉറക്കമായിരുന്നു. ഒരു ലോ ഫ്ലോർ ബസ് കിട്ടി, AC ബസ് കിട്ടി. കാരണം നല്ല സുഖമായിട്ട് ഉറങ്ങി. വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ നിർത്തി, ഒരു മസാല ദോശ കഴിച്ചു, വീണ്ടും കിടന്ന് ഉറങ്ങി. അപ്പൊ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ അനീഷേട്ടൻ വന്നിട്ടുണ്ട്. അനീഷേട്ടനെ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. അനീഷേട്ടൻ നമ്മളെപ്പോലെയൊന്നല്ല കേട്ടോ, അനീഷേട്ടൻ വലിയൊരു യൂട്യൂബറാണ്. അനീഷേട്ടന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള വീഡിയോ ഞാനിതില് എന്താ പറയാ ഒരു ക്ലിപ്പ് ഞാൻ കട്ട് ചെയ്തിടാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അനീഷേട്ടൻ ആരാണ്. അനീഷേട്ടനെ കുറിച്ച് വിശദമായിട്ട് പറയട്ടെ. ഞങ്ങളിപ്പോ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇറങ്ങട്ടെ. ഞങ്ങൾ ഇറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അവിടെ പോയി സൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യല്ലേ, കാണിച്ചു കൊടുക്കണം. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ അന്നത്തെ എല്ലാ വിശേഷങ്ങളും അവർ കാണും. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയിട്ട് വരാം. അപ്പോൾ ഗൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ. ഇപ്പോൾ നമുക്ക് വൈകിട്ടത്തെ ഷോയ്ക്ക് വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ന്യൂ സെക്ഷൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. കായംകുളത്തേക്ക് വന്നിരിക്കുന്നത് ഈ വൈറ്റ് ഗോൾഡ് എന്നുള്ളത് എല്ലാവർക്കും എന്താണെന്നുള്ളത് ചെറിയ കൺഫ്യൂഷൻ കാണും. തീർച്ചയായിട്ടും നമുക്കറിയാം, പഴയ സ്വർണ്ണങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ കുറച്ച് പൈസയെങ്കിലും നമ്മുടെ കൈകളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റ് ഗോൾഡുമായിട്ട് ഒരു ചെറിയ ടൈപ്പ് പോന്നാൽ മാത്രം മതി. ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്, അത് വരിക ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഓൾ ഓഫ് യു. ഇവിടെ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. പരിപാടി നിർത്തിയിട്ടേക്കാണ്. എനിക്ക് എന്താവും അറിയാൻ പാടില്ല. മഴ മാറിയിട്ട് ഞാൻ വരാട്ടോ. ബ്രാഞ്ചിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്.
തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വൈറ്റ് ഗോൾഡ് എന്താണെന്നുള്ളത് ഓൾറെഡി ഞാൻ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം, ബ്രാൻഡ് അംബാസിഡർ കൂടിയായിട്ടുള്ള നമ്മുടെ വൈറ്റ് ഗോൾഡിന്റെ. ഒപ്പം തന്നെ ബാബു സാർ അഗൈൻ വെൽക്കം, അതുപോലെ റോബിൻ സാർ അഗൈൻ വെൽക്കം. അപ്പോ നമ്മളിതാ ഇനി കാര്യങ്ങളൊക്കെ സമർപ്പിക്കാൻ പോവാണ്. വൈറ്റ് ഗോൾഡ് നമ്മുടെ സാറ് പറഞ്ഞ പോലെ തന്നെ 18ാമത്തെ ബ്രാഞ്ചാണ്. ശരിക്കും വിത്തിൻ ഡേയ്സ് 35 നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ മുഖത്ത് മാക്സിമം നമ്മൾ ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും നീക്കിയിറക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ആ ചിരി മാറാറുണ്ടല്ലേ. ഇമ്മീഡിയറ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയും അത്യാവശ്യ ഘട്ടത്തിൽ ആരെയും വിളിച്ചാലും പിടിക്കില്ല. സ്പെഷ്യലി കാശിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും നമ്മൾ കാണാറുമില്ല. സോ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വൈറ്റ് ഗോൾഡ് എന്നുള്ള നമ്മുടെ ബ്രാൻഡിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം കേട്ടോ. ഗൈസ്, അങ്ങനെ ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞ് നമ്മളിത് രണ്ടാമത്തെ പ്രോഗ്രാമിനായിട്ട് കരുനാഗപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതിൽ കാര്യത്തിൽ കുറച്ച് തിരുത്തുകളുണ്ട്. അതായത് വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞത് ജ്വല്ലറി അല്ല. എന്താണ് അനീഷേട്ടാ? അതൊരു നമ്മളെ ഈ പഴയ ഓൾഡ് ഗോൾഡ് എടുത്തിട്ട് നല്ല വിലയ്ക്ക് നമ്മുടെ ഏറ്റവും എന്താണ് വാല്യുബിൾ ആയിട്ടുള്ള വില നമുക്ക് തരുന്നതായിരിക്കും. അതപ്പോൾ നിങ്ങളുടെ ഒരു സ്വർണം പോകാനിരിക്കുന്ന സ്വർണ്ണമാണെങ്കിൽ 1 വർഷം വരെ അത് പണയത്തിൽ ലേലത്തിൽ പോകുന്നതിന് മുന്നേ വൈറ്റ് ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ടാൽ പഴയ സ്വർണ്ണങ്ങൾ നല്ല വിലയ്ക്ക് എടുക്കുന്ന സ്ഥാപനമാണ് വൈറ്റ് ഗോൾഡ്. OG ഓൾഡ് ഗോൾഡ് എടുക്കുന്ന സ്ഥാപനമാണ്. യെസ്, അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്, ജ്വല്ലറി അല്ല. അപ്പോൾ നമ്മൾ അടുത്ത ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ആയിട്ട് കരുനാഗപ്പള്ളിക്ക് പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കരുനാഗപ്പള്ളിയിൽ വെച്ച് കാണാം. വൈറ്റ് ഗോൾഡിന്റെ എല്ലാമായിട്ടുള്ള മാനേജിംഗ് ഡയറക്ടർ ബാബു സാർ, ഒപ്പം തന്നെ ബ്രാൻഡ് അംബാസിഡർ ലക്ഷ്മി നക്ഷത്ര ഓൺ സ്റ്റേജ് ആറ്റ് മുനിസിപ്പൽ ചെയർമാൻ പടിപ്പുറം ലത്തീഫ് ആൻഡ് അജ്മൽ അർഷ്യൻ ആൾസോ ഓൺ സ്റ്റേജ്. പ്ലീസ് കം ടു സ്റ്റേജ്. നിറഞ്ഞ കൈ കൊടുക്കാൻ വെൽക്കം സാർ. ഒപ്പം തന്നെ കേരള ഹെഡ് റോബിൻ സാറിനെ വേദിയിൽ സ്വാഗതം ചെയ്യാണ്. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ബസ് കയറി വീട്ടിലേക്ക് പോകാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്, രാഹുൽ മോഹൻ. അല്ല, നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചില്ലെങ്കിലേ എനിക്ക് ചിലപ്പോ ഓടിക്കളയാൻ തോന്നുന്നു. ഇയാൾ പിടിക്കൂ, എല്ലാരും പിടിക്കൂ, ആത്മാർത്ഥം പിടിക്കൂ.